ഹായ് ഓൾ. ഫിഗർ വൺ എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ വിവരം നമ്മൾ ഈയിടെയായിട്ട് ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓപ്പൺ എ ആയിട്ട് ചേർന്ന് ഫിഗർ എ എന്ന് പറയുന്ന ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അനേബിൾഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റോബോട്ട്. അതായത് നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ചുറ്റുപാടും വീശി What do you see right now? I see a red apple on a plate in the center of the table. ഇമേജ് പോലുള്ള ഡേറ്റ ഒക്കെ എടുത്ത് നമ്മൾ പറയുന്ന കാര്യം ഇന്റലിജന്റ് ആയിട്ട് സ്വയം തീരുമാനിച്ച് ചെയ്തു തരാൻ പറ്റുന്ന തരത്തിലുള്ള റോബോട്ട് എന്നുള്ളതായിരുന്നു അതിന്റെ പ്രത്യേകത. അപ്പോൾ ഇതേപോലെ ഒരു റോബോട്ട് 6 മാസം മുന്നേ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു റോബോട്ട് 6 മാസം മുന്നേ ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? യെസ്, ആ ഒരു റോബോട്ടിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. റോബോട്ടിന്റെ പേര് ബോണിക് ബോട്ട് എന്നാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിലായിട്ട്, അതായത് റോബോട്ട് അസംബിൾ ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്ത് പഠിക്കാനും അതേപോലെ തന്നെ സ്ക്രാച്ച്, പൈതൺ കോഡ് തുടങ്ങിയ ലാംഗ്വേജസിൽ കോഡ് ചെയ്ത് ഏത് തരത്തിലും റോബോട്ടിനെ മൂവ് ചെയ്യിപ്പിച്ച് പഠിക്കാൻ, റോബോട്ടിക്സ് പഠിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോബോട്ടാണിത്. അതുകൊണ്ട് തന്നെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഫുള്ളി 3D പ്രിന്റഡ് ആയിട്ടുള്ള റോബോട്ടാണിത്. സോ ഈ ഒരു റോബോട്ടിൽ 6 മാസം മുന്നേ ChatGPT APIs ഒക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതിൽ ChatGPT കൊണ്ടുവരികയും ഈ ഒരു റോബോട്ടിന്റെ പോലത്തെ വർക്കിംഗ്, അപ്പോൾ ഈ റോബോട്ടിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഫിഗർ വണ്ണിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ GPT-4 ആണ് അത് പ്രൊവൈഡ് ആയിട്ടുള്ളത്. GPT-4 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, നമ്മൾ സാധാരണ ഒരു ChatGPT ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ടെക്സ്റ്റ് കൊടുക്കുന്ന പ്രോംപ്റ്റിന് മറുപടി ആയിട്ട് ഒരു ആൻസർ കിട്ടുന്നു. ഇതിന് പകരം ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരേ ചോദ്യം തന്നെ അതിൻ്റെ ലൂപ്പായിട്ട് 200 ടൈംസ്, അതായത് പല ഡേറ്റകളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ഒരു ഇൻപുട്ട് ആയിട്ട് പോയിട്ട് ഈ ഒരു പ്രോസസ്സ് 200 പ്രാവശ്യം ചെയ്തിട്ടാണ് ഈ ഒരു റോബോട്ട് ഇങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നമുക്ക് പക്ഷേ ഈ ഒരു ക്യാപ്പബിലിറ്റി ഓപ്പണിംഗ് അനേബിൾ ചെയ്തിട്ടില്ല എങ്കിലും ഒരു സെക്കൻഡിൽ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ലൂപ്സ് വഴി വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് ഇതിനോട് മലയാളത്തിൽ മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോകാനൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫങ്ഷൻസ് ഒക്കെ കോൾ ചെയ്ത് ആ രീതിയിൽ ഈ റോബോട്ട് മൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ മുന്നിൽ എന്താണ് കാണുന്നതെന്നൊക്കെ ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് എന്താണ് കാണുന്നത് ചോദിച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് അത് എന്താണെന്ന് പറഞ്ഞു തരും. ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും. ആ രീതിയിലൊക്കെ ഉള്ള ക്യാപ്പബിലിറ്റീസ് ഈ റോബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ വണ്ണിന്റെ ന്യൂസ് കണ്ട സമയത്ത് ഈ ഒരു റോബോട്ടിന്റെ വീഡിയോ പുറത്തിറക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.